ഞങ്ങൾ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോൾ പ്രിയപ്പെട്ട തൃണമൂൽ കോൺഗ്രസിൻ്റെ കൺവീനറെ യുക്തമായ തീരുമാനമെടുക്കാൻ ഞങ്ങൾ ചുമതലപ്പെടുത്തി. നാളത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ കൂടി ചർച്ച ചെയ്തിട്ട് അദ്ദേഹം തീരുമാനം പ്രഖ്യാപിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് UDF നേതൃത്വം പലവട്ടം ബഹുമാനായ രമേശ് ചെന്നിത്തല അടക്കം KPC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരെയൊക്കെ പറഞ്ഞിരിക്കുന്നത് UDFിൻ്റെ ഘടകകക്ഷിയാക്കാമെന്നാണ്. ആ ഘടകകക്ഷിയാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ ആ നിമിഷം മുതൽ EV അൻവറും ഞങ്ങളുമെല്ലാം ചേർന്ന് ഇവിടെ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും, അദ്ദേഹത്തെ വിജയിപ്പിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും. അദ്ദേഹത്തെ അറിയിച്ചിട്ട് അദ്ദേഹം ആ തീരുമാനമാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പ്രഖ്യാപിക്കണം. UDFിന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം എന്നുള്ള ആവശ്യം അത് എങ്ങനെയാണ് കാണുന്നത്? UDFിന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചിട്ടാണല്ലോ അദ്ദേഹം കത്ത് കൊടുത്ത് UDF കയറാൻ വേണ്ടി നിൽക്കുന്നത്. അദ്ദേഹവുമായി ആലോചിക്കാതെ എന്ന് പറഞ്ഞാൽ മാസങ്ങൾക്ക് മുമ്പ് കത്ത് കൊടുത്തിട്ടും ഇവിടെ PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനോട് നിങ്ങൾ ഓർക്കണം, CPM-നെതിരെ അല്ലെങ്കിൽ ഭരണത്തിനെതിരെ ശബ്ദമുയർത്തി ഇറങ്ങി വന്ന അദ്ദേഹത്തെ കൈ ചേർത്ത് പിടിച്ച് കൂട്ടത്ത് നിർത്തേണ്ടത് ആരാ? ഇവിടുത്തെ UDFിൻ്റെ നേതാക്കന്മാരാ. ഇവിടെ നമ്മുടെ ലീഡർക്ക് ഏതെങ്കിലും തരത്തിൽ ഇനി ഏതെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടെങ്കിൽ അവരാണ് ക്ഷമിക്കേണ്ടത്. ഇവിടെ എന്തിനു വേണ്ടിയാ? പിണറായി വിശ്വത്തിനെതിരെ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ദുഷ്ചെയ്തികൾക്കെതിരെയാ പ്രിയപ്പെട്ട ശ്രീ PV അൻവർ ഈ ത്യാഗം സഹിച്ച് അദ്ദേഹം ഇറങ്ങി വന്ന് അദ്ദേഹം ഇവിടെ രാജിവെച്ചിരിക്കുന്നത്, ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കുവാനും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുവാനും UDF നേതൃത്വമാണ് ശ്രമിക്കേണ്ടിയിരുന്നത്. അവരത് ശ്രമിച്ചില്ല എന്നുള്ളതാണ് അതിനുള്ള പരാതി. ഇവിടെ അതോടൊപ്പം ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ പോലും PV അൻവറെ നിങ്ങളെ എടുക്കും, പക്ഷേ സ്ഥാനാർത്ഥി ഇന്നയാളാണ് എന്ന് പോലും UDFിൻ്റെ ഒരു നേതാക്കന്മാർ പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വികാരം. ഇത്രയേറെ UDFിനെ വിജയിപ്പിക്കാനായി UDFിന് വേണ്ടി പൊരുതിക്കൊണ്ട് നിൽക്കുമ്പോൾ PV അൻവറിനെ വീണ്ടും അവഗണിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ഒരു പരാതിയാണ്. അത് പരിഗണിച്ചില്ല, അത് അദ്ദേഹത്തിന് ആർക്കും ഉണ്ടാകുന്ന ഫീലിംഗാണ്. അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, PV അൻവറും ഒപ്പം ഇറങ്ങിയാൽ ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ വിജയിപ്പിക്കും. കാണുന്നില്ല ഇല്ല, അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ഞങ്ങൾ കാരണമാണ് പരാജയപ്പെട്ടതെന്ന് ആരും പറയരുത് എന്നുള്ളതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നുള്ളതിനപ്പുറം ഇവിടെ അത് സ്വാഭാവികമായി പറഞ്ഞ ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹത്തെ UDFിൻ്റെ ഭാഗമാക്കിയാൽ UDFിൻ്റെ ഒപ്പം ഞങ്ങളും കൂടി ഇറങ്ങാൻ PV അൻവറും കൂടി ഇറങ്ങുമ്പോൾ ഇവിടെ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതിനൊരു സംശയവുമില്ല. ഇപ്പം നാളെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പ് ഞങ്ങളെ UDFിൽ ഘടകകക്ഷിയാക്കുമെന്ന് ഒരു വാക്ക് ഞങ്ങൾക്ക് ലഭിക്കണം. ആ വാക്ക് ലഭിച്ചാൽ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കും നാളെ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം. അസോസിയേറ്റ് മെമ്പർ ആക്കുകയാണെങ്കിലോ? ഇല്ല, അത് പറഞ്ഞിട്ടുണ്ട്. അസോസിയേറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ അത് പുറത്ത് നിൽക്കണം, യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ സംസ്ഥാന സമിതിയിലും ജില്ലാ സമിതിയിലും അല്ലെങ്കിൽ നിയോജകമണ്ഡല സമിതിയിലുമൊക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ പങ്കെടുക്കുന്ന തരത്തിലുള്ള ഘടകകക്ഷിയായി ഈ UDF പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ ആ നിമിഷം ഇവിടെ പ്രിയപ്പെട്ട PV അൻവർ തന്നെ ഷൗക്കത്തിന് മാലയിട്ട് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഞങ്ങൾ എടുത്തിരിക്കുന്നത് സംവിധാനത്തിന്റെ ഭാഗമാകാൻ നിൽക്കുമ്പോൾ അവിടെ നിന്ന് നിരന്തരമായി അവരുടെ സ്ഥാനാർത്ഥിയെയും അവരുടെ നേതാക്കളെയും വിമർശിക്കുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായം നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടോ? അല്ല, പറയട്ടെ, എന്താണ് സംഭവിച്ചത്? ഇവിടെ ഞങ്ങൾ അപേക്ഷ കൊടുത്തു, കത്ത് കൊടുത്തു, എല്ലാ നേതാക്കന്മാരെയും PV അൻവറിനോടൊപ്പം ഞാനും പോയതാ. ഘടകകക്ഷി നേതാക്കളെ മുഴുവൻ വീട്ടിൽ പോയി കണ്ട് ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയതിന് ശേഷവും അദ്ദേഹത്തിനൊരു മറുപടി കൊടുത്തില്ല. അതായത് UDFിൻ്റെ ഒരു നേതാവും വിളിച്ച് പറഞ്ഞാൽ നിങ്ങളെ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ ഇന്ന ദിവസം ഉൾപ്പെടുത്താൻ ഇവിടെ പ്രതിപക്ഷ നേതാവ് ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണോ എന്തോ തടസ്സമുണ്ടായി ഉൾപ്പെടുത്തിയില്ല. അതാണ് പ്രിയപ്പെട്ട PV അൻവർ അത്തരത്തിലുള്ള ചില സംസാരങ്ങളിലേക്ക് കടക്കേണ്ടി വന്നത്. ഇങ്ങനൊരു സംസാരം ഉണ്ടാക്കാതിരിക്കേണ്ട ഉത്തരവാദിത്വം അത് ഇവിടുത്തെ UDFിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനായിരുന്നു. ഞാൻ ഒറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇവിടെ LDFിനെ പരാജയപ്പെടുത്താൻ UDFിനെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം ഇറങ്ങി വന്ന PV അൻവറിന് വേണ്ട പരിഗണന നാളിതുവരെ ഇവിടുത്തെ UDF നേതൃത്വത്തിന് കൊടുക്കാൻ സാധിച്ചോ എന്നുള്ളത് ചിന്തിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ഇനിയും ഇവിടെ UDFിനെ തകർക്കാനോ അല്ലെങ്കിൽ ഇവിടെ LDFിനെ വിജയിപ്പിക്കാനോ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പം UDF വിജയിക്കണമെന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. LDF മത്സരത്തിന് തയ്യാറായോ? ഏതാ മത്സരത്തിന്? നാളെ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം. അതിന് മുമ്പ് UDF നേതൃത്വം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങളെ കൂടി ഘടകകക്ഷിയാക്കും എന്നുള്ള തീരുമാനം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ മത്സരിക്കില്ല. മുൻകൈ എടുക്കേണ്ടത് UDF ആണെന്നാണ്. UDF ഇനി അൻവർ പറയട്ടെ എന്ന് പറയുന്നതിൽ എന്തർത്ഥം? മാസങ്ങൾക്ക് മുമ്പ് കത്ത് കൊടുത്തു, എല്ലാ നേതാക്കളുടെ വീടുകളിൽ പോയ നിലമ്പൂരിൽ PV അൻവർ സ്ഥാനാർത്ഥിയാകും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നിലമ്പൂരിൽ നിന്ന്
വിപിൻ സി വിജയൻ തത്സമയം ചേരുകയാണ്. വിപിൻ പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. എന്താണ് നിലമ്പൂരിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ? അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ വാർത്ത. അത് നാളത്തെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. അതിനു മുൻപ് UDF നേതൃത്വവുമായി ഒരു അനുനയ ചർച്ച, ഒരു സമവായം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇനി അത്ഭുതം സംഭവിക്കണം എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര്യടൻ ഷൗക്കത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ അത് പിൻവലിക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരാവശ്യം. അങ്ങനെ സ്ഥാനാർത്ഥിക്ക് നിരുപാധികമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചാൽ അടുത്ത മിനിറ്റിൽ തന്നെ അസോസിയേറ്റ് മെമ്പറാക്കി മാറ്റാം തൃണമൂൽ കോൺഗ്രസിനെ എന്നുള്ളതായിരുന്നു ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ നൽകിയ ഒരു ഉറപ്പ്. എന്നാൽ ഇനി അസോസിയേറ്റ് മെമ്പറാക്കിയാൽ പോരാ, ഘടകകക്ഷി തന്നെ ആക്കണം എന്നുള്ളതാണ് ഇന്നത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റിൽ ധാരണ വന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ രഹസ്യമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കും ഇനിയില്ല. ഒപ്പം ഇനി അങ്ങോട്ടേക്ക്, അതായത് UDF തന്നെ മുൻകൈയെടുത്ത് ഈ ഘടകകക്ഷിയാക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ചർച്ചയ്ക്ക് സാധ്യതയുള്ളൂ എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. നാളെയാണ് പ്രവർത്തക സമിതി യോഗം. അതിനു മുൻപ് ഇപ്പോൾ നേതാക്കന്മാർ ഇനി സംസാരിക്കുമോ എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. ഈ ഒരു ഉപാധിയാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് UDFന്റെ നേതൃയോഗം, ഒരു കൂടിയാലോചന നേതൃയോഗം നിലമ്പൂരിൽ വെച്ചുണ്ട്. ഈ യോഗത്തിൽ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം, അതിൻ്റെ ഒരു ക്ലൈമാക്സ് പറയും എന്നുള്ളത് PK കുഞ്ഞാലിക്കുട്ടി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഒരു തീരുമാനത്തിൽ എടുത്തിരിക്കുന്നു. അവർ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അതിനുള്ള ഒരു അംഗീകാരം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ലഭിക്കുകയും ഒപ്പം തന്നെ അത് PV അൻവർ തന്നെ സ്ഥാനാർത്ഥിയാകാം എന്നുള്ളതുമാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ തവണ നിലമ്പൂരിലെ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് PV അൻവർ. അതിൻ്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഈ മൂന്നാമത്തെ ടേമിൽ മത്സരിക്കാൻ വരുമ്പോൾ അത് ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. ഇത് ആർക്കായിരിക്കും തിരിച്ചടി? CPM-നായിരിക്കുമോ? ഒപ്പം തന്നെ ഇപ്പോൾ UDF-ന് വലിയ പ്രതിസന്ധിയാവുമോ എന്നുള്ളതൊക്കെയാണ്. വലിയ തുടർചലനങ്ങൾ ഉണ്ടാക്കും ഈ വാർത്ത എന്നുള്ളത് തെല്ലും സംശയമില്ലാത്തൊരു കാര്യമാണ്. നാളത്തെ പ്രവർത്തക സമിതിക്ക് ശേഷം ഒരു അന്തിമ തീരുമാനം. അപ്പോൾ PV അൻവറിന്റെ വഴിക്ക്, UDF-ന്റെ വഴിക്ക് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു 90% പറയാമെന്നുള്ളതാണ്. ഇന്ന് രാത്രിയോടുകൂടി വലിയ ചർച്ചകൾ നടന്നാൽ മാത്രമായിരിക്കും ഇതിൽ ഒരു മാറ്റം സംഭവിക്കുക. അങ്ങനെ നേതാക്കൾ, അതായത് ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായിട്ട് PV അൻവർ സംസാരിച്ചു ഈ വിഷയം എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അൻവർ പറഞ്ഞു വെക്കുന്നത് VS ജോയിയെ പിന്തുണച്ചു എന്നുള്ളതായിരുന്നു താൻ ചെയ്ത വലിയ പാതകം എന്നുള്ളതാണ്. ഒപ്പം തന്നെ UDF-ലെ ചില നേതാക്കളെ, അത് VD സതീശനെ തന്നെ ഉന്നം വെച്ചുള്ള ഒരു ഒളിയമ്പാണ്. UDF-ലെ ചില നേതാക്കളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു രഹസ്യ ചർച്ചയ്ക്കുമില്ല. UDF മുൻകൈയെടുത്ത് തങ്ങളെ ഘടകകക്ഷിയാക്കിയാൽ മാത്രം ഒരു പിന്തുണ എന്നുള്ളതിലേക്ക്, വളരെ കടുപ്പിച്ച നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം ആര്യടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ വാക്കുകൾ അത് പിൻവലിക്കുന്നില്ല. ആര്യടൻ ഷൗക്കത്ത് തോൽക്കാനുള്ള പല ഘടകങ്ങളുണ്ട്, അതുകൊണ്ടാണ് താൻ അത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കുറച്ചുകൂടി കടന്ന് പറയുകയാണ്. അത് താൻ കൂടി സപ്പോർട്ട് ചെയ്തതിന്, പിന്തുണച്ചതിന് ശേഷം തോറ്റു കഴിഞ്ഞാൽ താൻ കാലുവാരിയതാണ് എന്ന് പറയില്ലേ എന്നുള്ള ഒരു മറുചോദ്യം കൂടി ഇപ്പോൾ പറയുന്നു. അതുകൊണ്ടാണ് താൻ അന്ന് അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ നിരുപാധികമായി ആര്യടൻ ഷൗക്കത്തിന് ഒരു പിന്തുണ എന്നുള്ളതിലേക്ക് PV അൻവർ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. UDF-മായി ഒരു ചേർന്നുപോകൽ ഇനി ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. ഇനി നാളെ പ്രവർത്തക സമിതി യോഗത്തിൽ അതുമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് പ്രതീക്ഷിക്കേണ്ടത്. SKN വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിലമ്പൂർ മണ്ഡലത്തിൽ PV അൻവർ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി.